ഹായ് ഫ്രണ്ട്സ്, ജാവയുടെ 25th വേർഷൻ റിലീസായിരിക്കുകയാണ്. ലോങ് ടേം സപ്പോർട്ടുള്ള വേർഷനാണ് 25th. പിന്നെ ഇതിന് മുമ്പ് ലോങ് ടേം സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത് വേർഷൻ 21-നാണ്. ഇതിൽ കുറച്ച് നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോ ഫീച്ചറും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ വീഡിയോ എൻഡ് വരയ്ക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ റീഡ് എൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് മെത്തേഡാണ്. ആ മെത്തേഡിന്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമാൻഡ് ലൈനിൽ നിന്ന് ഇൻപുട്ട് റിസീവ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കോഡിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പർട്ടിക്കുലർ ഫയലിൽ ഞാൻ ഇവിടെ ഇത് കമ്പൈൽ ചെയ്യാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ എന്നോട് ചോദിക്കുന്നു വിച്ച് കാർ യു വാണ്ട് ടു മേക്ക്. അപ്പോൾ ഞാൻ പറയും ടൊയോട്ട. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കാം. എന്നിട്ട് ബാക്കിയുള്ള കോഡ് റൺ ആവും. ഗ്യാതറിംഗ് ഓൾ ദി പാർട്സ്, ബിൽഡിംഗ് ടൊയോട്ട, ദർ വാസ് ആൻ എറർ. ഓക്കെ, ഈ ലാസ്റ്റത് ഒന്നിലെ എറർ ആയിരിക്കും അല്ലെങ്കിൽ സക്സസ് ആയിരിക്കും. ഞാൻ ഇപ്പം കൊടുത്തത് എററാണ്, അതുകൊണ്ടാണ് അവിടെ എറർ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റീഡ് എൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് മെത്തേഡ്. ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇമ്പോർട്ടിന്റെ ഇത് ഇവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ജാവ കോഡ് എഴുതുന്ന ടൈമിൽ ഫോളോ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ സിഗ്നേച്ചർ ആണിത്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ളത്. ഇനി ഈ 25th മുതൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. പബ്ലിക് സ്റ്റാറ്റിക് ഒന്നും വേണ്ട, ജസ്റ്റ് വോയിഡ് മെയിൻ. അതിൻ്റെ ഉള്ളിൽ ഇതൊന്നും ആവശ്യമില്ല, ഇത്രയും മതി. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു, നമ്മൾ റീകമ്പൈൽ ചെയ്യുന്നു. കമ്പൈലിംഗ്, നോ ഇഷ്യൂസ്. ജാവ ഇവിടെ ഞാൻ ടൊയോട്ട എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഗ്യാതറിംഗ് സെയിം ആസ് ബിഫോർ. എങ്ങനെയാണോ പഴയ പോലെ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇതല്ലേ കുറച്ചുകൂടി എളുപ്പം, ലെസ് കോഡ്. ബോയിലർ പ്ലേറ്റ് എല്ലാം ഒഴിവായി. ഇനി അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ കാർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്കിവിടെ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ഈ കൺസ്ട്രക്ടർ എപ്പോഴാണ് കോൾ ചെയ്യുക? ഞാൻ ഇവിടെ അതിന്റെ കാറിന്റെ ഒബ്ജക്റ്റ് ഇവിടെ മേക്ക് ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്ടർ കോൾ ചെയ്യും. പഴയ വേർഷനിലൊക്കെ ഈ സൂപ്പർ എന്ന് പറഞ്ഞ മെത്തേഡിന്റെ മുകളിൽ നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ എറർ ത്രോ ചെയ്യും. സൂപ്പർ ആയിരിക്കണം ആ പർട്ടിക്കുലർ കൺസ്ട്രക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് വേണ്ടതെന്ന് നമ്മൾ എറർ ത്രോ ചെയ്യും. പക്ഷേ ലേറ്റസ്റ്റ് വെർഷനിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് സ്റ്റേറ്റ്മെന്റും എഴുതാം. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ കാർ ഇനിറ്റ് എന്ന് കൊടുക്കും. ഓക്കെ, കാർ ഇനിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി റീകമ്പൈൽ ചെയ്യുകയാണ് കോഡ്. കമ്പൈലിംഗ് ആൻഡ് I will give Toyota. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാർ ഇനിറ്റ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു പുതിയ സാധനം. ഇനി ഉള്ളത് പറയേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്റ്റാറ്റസ് എന്ന ക്ലാസ്സിലേക്ക് പോകും. ഇവിടെ എറർ എന്ന് പറഞ്ഞ മെത്തേഡിൽ ഞാൻ ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ട്രൈ ക്യാച്ച് നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. എക്സെപ്ഷൻ പിന്നെ ഒരു വേരിയബിൾ ഇവിടെ കൊടുക്കും. ഇപ്പം എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക, ഈ ഡോട്ട് ഗെറ്റ് മെസ്സേജ് എനിക്ക് ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് എക്സെപ്ഷൻ വരുമ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഈ ഒരു മെസ്സേജ് മാത്രം കൺസോളിൽ കണ്ടാൽ മതി. എനിക്ക് എററിന്റെ ആവശ്യം എനിക്കില്ല. അതായത് ഇവിടെ ത്രോ ചെയ്ത് എന്താണോ എറർ, ആ എറർ മെസ്സേജ് എനിക്ക് കാണിക്കണമെന്നില്ല. അത് അങ്ങനത്തെ കേസിൽ, അതായത് ഇങ്ങനെ വരുന്ന കേസിൽ, ഇങ്ങനെ വരുന്ന കേസിൽ ഈ പർട്ടിക്കുലർ എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ അൺയൂസ്ഡ് അല്ലേ, നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നില്ല ഈ വേരിയബിൾ. അപ്പം എല്ലാ അൺയൂസ്ഡ് ആയിട്ടുള്ള വേരിയബിളും നമുക്ക് അണ്ടർസ്കോർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും പുതിയ വെർഷനിൽ. അതാണ് അടുത്തൊരു ഫീച്ചർ. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇവിടെ മേക്ക് കൊടുക്കുന്നു. ഇവിടെ കാണാൻ പറ്റും ലാസ്റ്റ് ദർ വാസ് ആൻ എറർ. അതായത് ഞാൻ ഇവിടെ എന്ത് മെസ്സേജ് ആണോ കൊടുത്തത് സെയിം മെസ്സേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ മെയിൻ ക്ലാസ്സിൽ പോവാണ്. തൽക്കാലം നമുക്ക് ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാം. ഇവിടെ അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ആ ഫീച്ചർ കാണിക്കേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലിസ്റ്റ് സാമ്പിൾ ലിസ്റ്റ് ഈക്വൽ ടു ന്യൂ അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഞാനൊന്ന് ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. ഇവിടെ 1 2 3 4 5. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ അറേന്റെ ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും വേണമെങ്കിൽ ട്രഡീഷണൽ വേയിൽ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾ ലിസ്റ്റ് ഡോട്ട് ഗെറ്റ് ഓഫ് ഈ പർട്ടിക്കുലർ ഇൻഡെക്സ് കൊടുക്കും. ഇൻഡെക്സ് കൊടുത്തിട്ട് ആ ഇൻഡെക്സിന്റെ അടുത്തുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഇപ്പൊ ലാസ്റ്റ് എലമെന്റ് കിട്ടണമെങ്കിൽ ലെങ്ത് -1 നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കൊടുക്കാറ്. പക്ഷെ പുതിയ വെർഷനിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഫസ്റ്റ് എലത്തിൽ ഞാൻ എന്ത് കൊടുക്കും, സാമ്പിൾ ലിസ്റ്റ് ഡോട്ട് ഗെറ്റ് ഫസ്റ്റ്, ഈ ഒരു മെത്തേഡ് വന്നിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് എലമെന്റിന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തുണ്ട്,
ഗെറ്റ് ലാസ്റ്റ് എന്ന മെത്തേഡും ഉണ്ട്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുന്നു, നോ ഇഷ്യൂസ്. ജാവ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് എലമെന്റ് 1, ലാസ്റ്റ് എലമെന്റ് 5. സൂപ്പർ അല്ലേ? ഇനി വേറൊരു അടുത്ത ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ലാസ്റ്റുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ലിസ്റ്റും യൂസ് ചെയ്തു, അറേ ലിസ്റ്റും യൂസ് ചെയ്തു. അത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഒഴിവാക്കാം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഇമ്പോർട്ട് മൊഡ്യൂൾ ജാവ ഡോട്ട് ബേസ് എന്ന് യൂസ് ചെയ്താൽ മതി. കാരണം ഈ ജാവ ഡോട്ട് ബേസിലുള്ള മെത്തേഡ്സ് ആണ് ഈ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അറേ ലിസ്റ്റ്, ലിസ്റ്റ്, ഡേറ്റ് ടൈം, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഒറ്റ സ്റ്റേറ്റ്മെന്റ്, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് കമന്റ് ചെയ്തു, സേവ് ചെയ്തു, ഒന്നുകൂടി കമ്പൈൽ ചെയ്യുകയാണ്, ഒന്നുകൂടി റൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഫസ്റ്റ് എലമെന്റ്, ലാസ്റ്റ് എലമെന്റ്. ഓക്കെ. അപ്പം ഒരു കാര്യം ഓർക്കുക, ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല ഈ 25th എഡിഷനിൽ വന്നിട്ടിരിക്കുന്നത്. വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ കുറേ ഫീച്ചേഴ്സ് ഒക്കെ പ്രിവ്യൂവിലാണ്. അപ്പോൾ പ്രിവ്യൂള്ള ഫീച്ചേഴ്സ് നിങ്ങൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതെടുത്ത് വായിച്ച് നോക്കാം. അതുപോലെ നിങ്ങൾ ജാവ ഡെവലപ്മെന്റിന് IDE ഇന്റലിജ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരെ സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്, അതും ഞാൻ ഷെയർ ചെയ്യാം, അതും വായിച്ച് നോക്കാം. അത് കുറച്ചുകൂടി എന്താണ് ഈസിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇങ്ങനത്തെ വീഡിയോ ഇനിയും കാണുന്ന ആഗ്രഹിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.